ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. സ്കിൻ കെയർ റൊട്ടീനാണ്. നൈറ്റ് ഞാൻ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്തിട്ടാണ് കിടന്നുറങ്ങണേന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോ അല്ല, വലിയ ലോങ് വീഡിയോ ആണ് ഇടണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യണം. അതിനെ അവിടെ എടുത്തിരിക്കുക എത്നിക് ജെൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ കുറിച്ചെന്നൊരു ഫേസ് വാഷാണ്. അപ്പം ഇത് ഫോമിങ് ഫേസ് വാഷാണ്. അപ്പോൾ കുറച്ചെടുത്താൽ മതി ഗൈസ്. ഞാൻ ഫസ്റ്റ് നെട്ടിയത് എന്ന് വെച്ചാൽ ഞാൻ പൈപ്പ് തുറക്കാനുള്ളതിന് ഷവറാണ് ഗൈസ് തുറന്നത്. അപ്പം പിന്നെ ഷവറിൽ തന്നെ ഫേസ് കഴുകാമെന്ന് കരുതി. കുറച്ചതിനെ എടുത്തോളൂ. ഫോമിങ് ആയതുകൊണ്ട് കുറച്ചെടുത്താൽ നല്ല പോലെ പതയും. അത് നല്ല പോലെ ഫേസിൽ നല്ലപോലെ തേച്ച് കഴുകുന്നുണ്ട്. കാരണം നമ്മൾ ഫേസിൽ ആദ്യം തന്നെ നമ്മൾ ഫേസ് ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പം നമ്മൾ അഴുക്കൊക്കെ കാണും ഫേസിൽ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എന്നുവെച്ചാൽ രാത്രി വരെയുള്ള അഴുക്കൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നല്ലപോലെ തേച്ച് കഴുകുന്നുണ്ട് കേസ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടണം. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ക്യൂട്ട്നെസ് വാരി എറിയുന്നുണ്ട് കേസ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ്, ക്ലീൻനെസ് തോന്നല്ലേ കേസ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണ പാക്കാണ്. നമ്മളിനി ഫേസിൽ പാക്കാണ് ഇടാൻ പോണം. ഇതിൽ അരിപ്പൊടി, തൈര്, തക്കാളി ഇത് മൂന്നും ഇട്ടാണ് ഞാൻ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അടിപൊളി പാക്കാണ് കേസ്. ഇത് കുറേ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കിയാണ് ഞാനും ഇടണം. ഇത് ആഴ്ചയിൽ 2-3 ദിവസം ഇട്ടാൽ തന്നെ ഒരു ഫ്രഷ്നെസ്സും പിന്നെ നമ്മൾ ചെറിയൊരു ബ്രൈറ്റ്, നമ്മളെ ടാനൊക്കെ റിമൂവ് ആവും. നല്ലൊരു പാക്കാണ്. അപ്പോൾ അത് ഞാൻ ഇടുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി ഗൈസ്. അപ്പോൾ അത് ഇട്ടിട്ട് വരാം. പകുതി വരെ ഇട്ട് ഫേസ് ഫുള്ള് ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോയിലുണ്ട് ഞാൻ ഫേസ് മാത്രം ഇടണം. ഇല്ലെങ്കിൽ ഞാൻ കഴുത്തൊക്കെ ഇടും. കഴുത്തൊക്കെ ഇടാനുള്ള ഇതില്ല ഗൈസ്. ഷോളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ കഴുത്തിലൊന്നും ഇട്ടില്ല പാക്ക്. ഇത് അടിപൊളി പാക്കാണ്. പെട്ടെന്ന് നമുക്ക് ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ഫ്രഷ്നെസ്സും തോന്നാൻ വേണ്ടി, പെട്ടെന്നൊരു കല്യാണമൊക്കെ വരണമെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇട്ടാൽ തന്നെ കുറച്ച് ബ്രൈറ്റ് ആവും. പിന്നെ ക്ലിയർ ആയിട്ട് തോന്നും. ക്ലിയർ ആയിട്ട് അങ്ങനെയല്ല, മീൻസ് ഒരു ഗ്ലോയും തോന്നും. പിന്നെ ഒരു ഫ്രഷ്നെസ്സൊക്കെ തോന്നും. നല്ലൊരു പാക്കാണ്. ആഴ്ചയിൽ 2-3 ദിവസം ഇട്ടാൽ മതി. പിന്നെ കടലമാവും തക്കാളി നീരൊക്കെ അടിപൊളിയാണ് ഗൈസ്. അതൊക്കെ പാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫേസിൽ ഓരോന്നും പരീക്ഷിക്കണം ഗൈസ്. ഞാൻ എന്തെങ്കിലും പറയണതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ക്ഷമിക്കണം ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യണം. മീൻസ് ഫുൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം. എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും ഷോർട്ടാണ് കൂടുതൽ ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ക്ഷമിക്കണം. ഇനി എന്തെങ്കിലും ഞാൻ മീൻസ് എൻ്റെ സംസാരമായാലും എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേസ്. എനിക്ക് തന്നെ ലാസ്റ്റ് കോമഡി ആയിട്ട് തോന്നിയത് എല്ലാ ഫേസ് മൊത്തം ഞാൻ പാക്കിട്ടപ്പോൾ തന്നെ എനിക്ക് ചിരി വരണം കേസ്. ഭയങ്കര ഒരു യക്ഷിയെ പോലെ ഇരിക്കണം. അപ്പം നമ്മൾ ഫുൾ പാക്ക് മൊത്തം നമ്മളെ ഫേസ് മൊത്തം ഇട്ട് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ ഗൈസ്. ഫേസ് മൊത്തം ഇട്ട് ഒരു രക്ഷയെ പോലെ ഇല്ലേ. ഇനി നമ്മൾ കിൻഡർ ജോയ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഉമ്മ വന്നപ്പോൾ കിൻഡർ ജോയ് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അതാണ് ഞാൻ കഴിക്കാൻ പോണത്. ഗേൾ എഡിക്ഷനാണ്. ഇതിൽ നമുക്ക് ആദ്യം കാർട്ടൂൺ ടോയ്സ് നോക്കാം. എന്തോന്നാണ് ടോയ് ഉള്ളതെന്ന്. മുട്ടായി പിന്നെ കഴിക്കാം ഗൈസ്. ചോക്ലേറ്റ് നമുക്ക് പിന്നെ കഴിക്കാം. അപ്പോൾ നമ്മൾ ടോയ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിട്ട് 10 മിനിറ്റ് ഇരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അതാണ് പിന്നെ ഞാൻ കിൻഡർ ജോയ് പൊട്ടിക്കാൻ കരുതിയത്. അതിനൊരു പെൺകൊച്ചിനാണ് കിട്ടിയ. പെൺകൊച്ച് അവളെ മുടി ഞാൻ ആദ്യം ആമയാണ് കേസ് അവളെ തലയിലെടുത്ത് വെച്ചത്. പിന്നെയാണ് മനസ്സിലായത് അവൾക്ക് ഒറിജിനൽ എയർ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഹെയർ എടുത്ത് തലയിൽ അവളെ ഹെഡിൽ വെച്ച് കൊടുത്ത് ഇനി അവൾക്ക് കാല് വെച്ച് കൊടുക്കാം കേസ്. കാലൊക്കെ വെച്ച് കൊടുത്ത് ഒരു പെൺകൊച്ച് ഒരു ആമയാണ് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കിട്ടിയത്. അതെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ മറ്റേ മെഡിസിൻ്റെ കുറച്ച് ഇതൊക്കെയാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഈ കുട്ടി ആമയെ ഇതാക്കാൻ ഉള്ളതായിരിക്കും. എന്നുവെച്ചാൽ എന്തെങ്കിലും ചെക്കപ്പാ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതായിരിക്കും കേസ്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കിട്ടി. അതും ഇതാണ് കിട്ടിയത്. അപ്പോൾ കിൻഡർ ജോയുടെ ടോയ് ഇതാണ് കേസ്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഗേളിനെ കാണാൻ. ആമയെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേസ്. അതിൻ്റെ കൂടെ ഞാനും ക്യൂട്ട്നെസ് ഇടുന്നുണ്ട്. എന്തിനാ എന്തോ ഞാൻ പറയണമെന്ന് വെച്ചാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയണം. നല്ലപോലെ ഉണങ്ങണ്ട, നല്ല ഡ്രൈ ആവുക. നമ്മളെ സ്കിന്നിങ്ങനെ വരണ്ടും നല്ല ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു
ഉണങ്ങിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഉണങ്ങി കുറച്ച് ഒന്ന് ഉണങ്ങിയാൽ മതി. അത് കഴിഞ്ഞുടനെ നമുക്ക് കഴുകിക്കളയണം. ഇതാണ് ആ സ്റ്റിക്കേഴ്സ്. ഇതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി. പനി നോക്കണ സാധനം എന്തൊക്കെ ഉണ്ട് അതിൽ. ഇനി നമുക്ക് ചോക്ലേറ്റിലോട്ട് പോകാം ഗൈസ്. എനിക്ക് കിൻഡർ ജോയ് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും മടക്കത്തില്ല. കാരണം എപ്പോഴും ഒരു ഷോപ്പിൽ പോയി ഞാൻ ഫസ്റ്റ് എടുക്കണ കിൻഡർ ജോയ് ആണ്. റേറ്റൊക്കെ നോക്കും, ഇപ്പോൾ നല്ല റേറ്റായി. ഇതിൻ്റെ ചെറിയതുണ്ട്, മീൻസ് ചോക്ലേറ്റ് മാത്രം കിട്ടുന്ന 30. അതാണ് കൂടുതൽ ഞാൻ വാങ്ങണം. പിന്നെ ഹാരി പോട്ടറിൻ്റെ അഡിഷൻ വന്നപ്പം ഞാൻ പിന്നെ അത് കുറേ വാങ്ങി ഹാരി പോട്ടറിനായിട്ടാൻ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ ഗേസ്, പക്ഷെ നല്ല ടേസ്റ്റാണ്, മടുക്കത്തില്ല. ഭയങ്കര എക്സ്പെൻസീവ് ചോക്ലേറ്റ് പോലെയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പോയാൽ കിൻഡർ ജോയ് എന്ന് പറഞ്ഞ് ചാവും ഗേസ്. ഇത്ര ഏജായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗേസ്. കിൻഡർ ജോയ് അന്ന് എന്നും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ചില്ല് ചെയ്യാം. ബീവിയുടെ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടാണ് ഇരിക്കണം. കാരണം ഇത് കുറച്ച് നേരം ഉണങ്ങണ്ടേ. അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ചില്ലാക്കിയൊക്കെ ഇരിക്കാം ഗേസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ എന്നെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ പേര് ഫർസാന ഫാത്തിമ. ഞാൻ TVM ആണ് ഞാൻ ജനിച്ചത്, മീൻസ് തിരുവനന്തപുരം, ട്രിവാൻഡ്രം. ഞാൻ ഇപ്പോൾ പഠിക്കണത് BCom സെക്കൻഡ് ഇയർ ആണ്. ബാപ്പാന്റെ സ്വർണ്ണ കനിയാന്ന് ആങ്ങളുടെ മാർക്കൊക്കെ ബീര്യ ഉമ്മാന്റെ എമ്പറി ബോളാന്ന്. പഠിക്കുന്ന വലിയതോ സ്ഥലത്താണ്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. ഹൈറ് അടക്കത്ത് നടക്കുന്ന മോളെ നിന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പോൾ BCom സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ പാട്ടൊക്കെ കയറി വന്ന കേസ്. കുറച്ച് സെല്ലൊക്കെ വേണ്ടേ, അതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ഇതും കൂടെ ഷോർട്ടും കൂടെ ആഡാക്കിയത്. അപ്പോൾ ഇനി ഇത് ഇത്ര ഉണങ്ങിയാൽ മതി. അപ്പോൾ ഇനി ഇത് വാഷ് ചെയ്യണം. കുറച്ചൊക്കെ ഉണങ്ങിയാൽ മതി ഗൈസ്. അപ്പോൾ ഇനി വാഷ് ചെയ്യാം. അപ്പം ഞാൻ പഠിക്കണത് കൊച്ചിയിലാണ്. എറണാകുളം ജില്ലയാണ്, ബട്ട് കുറച്ച് ഉള്ളിലോട്ടാണ്. കോതമംഗലം നെല്ലിക്കുഴി ആണ്. ഇന്ദിരാഗാന്ധി കോളേജാണ് ഗൈസ് ഞാൻ പഠിക്കണം. കുഴപ്പമില്ല, കോളേജിനെ കുറിച്ച് പറയാനും കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പം ഇപ്പം ഞാൻ 3rd സെമ്മാണ്. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷനാണ് ഗൈസ് ഞാൻ പഠിക്കണത്. പഠിക്കാമെന്ന് വെച്ചാൽ കുറേ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഉമ്മ, വാപ്പ, ഉമ്മച്ചുമ്മ, വാപ്പുപ്പ, പിന്നെ എൻ്റെ ഒരു ബ്രദറുണ്ട്, ഉമ്മ. പിന്നെ വാപ്പ ഗൾഫിലാണ്. ഞാനും ഞാനിപ്പോൾ എറണാകുളത്താണ്. പോവും, ഇന്നാ നാളെ ഞാൻ പോകും ഗൈസ്. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ലീവ്. ഇപ്പോൾ 3rd സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞ് ലീവിന് വന്നതാണ്. അപ്പോൾ ഫേസ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ട ഗൈസ് കുറച്ച് ഗ്ലോ ഒക്കെ ആയത്. അപ്പോൾ നല്ല അടിപൊളി പാക്കാണ്. നിങ്ങളും യൂസ് ആക്ക്. ഡെയിലി അല്ല, ആഴ്ച 2-3 ദിവസം നല്ല പാക്കാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വാപ്പ ഗൾഫിലാണ്, ഉമ്മ ഇവിടെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചുമ്മ, വാപ്പുപ്പ, പിന്നെ കാക്ക ബാംഗ്ലൂരാണ്, ഫിസിയോതെറാപ്പിയാണ് പഠിച്ചത്. അപ്പോൾ പഠിച്ചതിന് വന്ന് ഇനി ഇവിടെ ഹോസ്പിറ്റലിൽ കയറണം. ഞാൻ എറണാകുളത്ത്. അപ്പം ഇപ്പം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം ഞാനും വാപ്പയാണ്. ബാക്കി 4 പേരും ഇവിടെ ഉണ്ട്. പിന്നെ വാപ്പുപ്പായും ജോലിക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് പോകാം ഗേസ്. ഇത് തന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. അപ്പം അത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഗേസ്. വാപ്പ ഗൾഫിലാണ്, സൗദി അറേബ്യയിലാണ്. ഒരു കാർ ഡ്രൈവറാണ്, കമ്പനി ഡ്രൈവറാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ സെറ്റാഫിലിൻ്റെ ഒരു സിറം യൂസ് ആക്കുന്നുണ്ട്. ഈ സിറത്തിൻ്റെ അകത്തുണ്ടല്ലോ ഗേസ് ഭയങ്കര മീൻസ് മിനുക്ക് പോലെയാണ്. ഭയങ്കര തിളങ്ങി നിൽക്കും, ഭയങ്കര മിനുക്ക് ഗ്ലേസിങ് ഉള്ള സിറമാണ് ഗേസ്. ഇത് നല്ല സിറമാണ്, അടിപൊളി സിറമാണ്. ഞാൻ 3-4 ദിവസം കൊണ്ട് യൂസ് ആക്കുന്നുണ്ട്. കൊള്ളാൻ, കുഴപ്പമില്ല. ഫേസിൽ പിമ്പിൾസൊക്കെ കുറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ ഡ്രോപ്പ് വെച്ച് കവിളിലും നെറ്റിയിലും താടിയിലും മൂക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നല്ല പോലെ മസാജ് ചെയ്ത് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ. അപ്പോൾ എന്നെക്കുറിച്ചാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. എന്നെക്കുറിച്ച്, എൻ്റെ ഫാമിലിയെക്കുറിച്ചാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇത്രേ ഉള്ളൂ ഞാനും എൻ്റെ ഫാമിലിയും. അപ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറയാം.
പിന്നെ എൻ്റെ ഏജ് എനിക്ക് 19 വയസ്സാണ്. ജൂൺ 13 മീൻസ് 2026 ജൂൺ 13 എനിക്ക് 20 വയസ്സാകും. ഇപ്പം എനിക്ക് 19 ഗൈസ്. കണ്ട അതിട്ടപ്പോൾ തന്നെ ഒരു മിനുക്ക്, മീൻസ് ഫോണിൽ കൂടെ കാണാൻ പറ്റും, നേരിട്ട് നല്ലപോലെ അറിയാൻ പറ്റും. നല്ലൊരു മിനുക്ക് ഫേസിൽ തന്നെ ആ മിനുക്ക് കാണാം ഗൈസ്. നല്ലൊരു ഗ്ലോയും കണ്ടൊരു ഗ്ലോ വന്നിട്ടില്ലേ, നല്ല ഗ്ലോ ഉണ്ട്. ഇനി അടുത്ത് ലിപ് ബാമാണ്. എം കഫേൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ആക്കുന്നത്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ലിപ് ബാമാണ്. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് വെച്ചാൽ കോഫിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ സ്കിൻ കെയർ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോഡി ക്രീമാണ്, ബോഡി മോയ്സ്ചറൈസർ ക്രീമാണ് വാസ്ലിൻ്റെ. ഇത് നല്ലൊരു ക്രീമാണ്, ഇതിൻ്റെ മണവും നൈസാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കൈക്കൊരു സോഫ്റ്റ് ഒരു ഗ്ലോയിനെസ്സും തോന്നും. അപ്പോൾ ഇതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ സ്കിൻ കെയർ വീഡിയോ, നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ കുട്ടി സ്കിൻ കെയർ വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ ലോങ് വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ബൈ.